ഛത്തീസ്ഗഡിൽ ക്രിസ്ത്യൻ പള്ളിക്ക് നേരെ ആക്രമണം. ഏഷ്യാനെറ്റ് അടക്കം പ്രമുഖ മാധ്യമങ്ങളെല്ലാം അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വൈദികനെ ആക്രമിക്കുകയും കുടുംബത്തെ ആക്രമിക്കുകയും പള്ളിക്കുള്ളിൽ കയറി തീവ്ര ഹിന്ദുത്വവാദികൾ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും മർദ്ദിക്കുകയും ഒക്കെ ചെയ്തു. ഇതിലേറ്റവും വേദനാകരമായ കാര്യം പോലീസ് കേസെടുക്കാൻ പോലും വിസമ്മതിക്കുന്നു എന്നുള്ളതാണ്. പെട്ടെന്ന് ഏഷ്യാനെറ്റിന്റെ വാർത്തയും കൂടെ ശ്രദ്ധിക്കാം. PG സുരേഷ് കുമാറാണ്. മതപരിവർത്തനം ആരോപിച്ച് ഛത്തീസ്ഗഡിലെ കവർദയിൽ മലയാളി വൈദികനും കുടുംബത്തിനും നേരെ അതിക്രമമെന്ന് പരാതി. ആരാധനാ സമയത്ത് പള്ളിയിലെത്തി ബജരംഗ് പ്രവർത്തകർ അതിക്രമം നടത്തിയെന്നും അതിക്രമത്തിന് പോലീസ് കൂട്ടുനിന്നുവെന്നുമാണ് ഫാദർ ജോസ് തോമസ് ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞത്. ജാമ്യം കിട്ടി പുറത്തിറങ്ങിയപ്പോൾ കോടതി വളപ്പിലും അതിക്രമത്തിന് ശ്രമിച്ചുവെന്നും ജീവന് ഭീഷണിയുണ്ടെന്നും ജോസ് തോമസ് പറയുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് 18:5:25 ഞങ്ങൾ ചർച്ചിൽ ആരാധിച്ചുകൊണ്ടിരുന്നപ്പോൾ 11:40 സമയത്ത് ജയശ്രീറാം വിളിച്ചുകൊണ്ട് ഒരു കൂട്ടം ഞങ്ങളുടെ പിതാവെ, ഒരു ശ്രീരാമ ഭക്തൻ എന്ന നിലയ്ക്ക്, ശ്രീരാമനെ ഇഷ്ടപ്പെടുന്ന വ്യക്തി എന്ന നിലയ്ക്ക് അങ്ങയോട് ക്ഷമ ചോദിക്കുന്നു. ഇവർക്ക് ശ്രീരാമനെ അറിയില്ല, ജയ് ശ്രീരാം വിളിക്കാനുള്ള അർഹതയില്ലാത്തവരാണ്. ശ്രീരാമനോ യേശുവോ പ്രവാചകനോ ഒന്നും ദേ ഡോണ്ട് ബിലോങ് ടു എനിവൺ. ഇവർ വെറും സാമൂഹ്യ ദ്രോഹികൾ മാത്രമാണ്. അതിൽ മുഖ്യമായി രാജ്കുമാർ യാദവ് അദ്ദേഹം അതുകൂടാതെ സോനു സിംഗ് ഠാക്കൂർ, സാഗർ സാബു, രാകേഷ് സാബു, ശുക്ല, ഏകലവ്യ ഠാക്കൂർ, രവി സിൻഹ, രാകേഷ് യദു, ഹർഷ് യദു, ഇത്രയും പേര് എനിക്കറിയാം. കൂടാതെ ഒരു 100ഓളം ആൾക്കാർ ചർച്ചകളിൽ കയറുകയും 100ഓളം ആൾക്കാർ വിളിക്കാനും അസഭ്യവാക്കുകൾ പറയുന്നതിനും അതോടൊപ്പം തന്നെ ജയ് ശ്രീറാം കേൾക്കാം തുടങ്ങി. എന്റെ 2 കുഞ്ഞുങ്ങളെയും അവർ മർദ്ദിച്ചു. സഭയിലുണ്ടായിരുന്ന വിശ്വാസികളെ അടിച്ച് കുട്ടികളെ വരെ മർദ്ദിച്ചു, സ്ത്രീകളെയും കുട്ടികളെ. വന്നതിന് ശേഷം പോലീസിന്റെ മുന്നിൽ വെച്ച് ഞങ്ങളെ വീണ്ടും എന്റെ വൈഫിനെയും കുഞ്ഞുങ്ങളെയും ചർച്ചിലുള്ള ഓരോ വിശ്വാസികളെയും അടിക്കുകയും തെരുന്നറിയുകയും എന്നോട് അനാവശ്യമായിട്ടുള്ള ചീത്ത പറയുകയൊക്കെ ചെയ്തു. പോലീസ് സ്റ്റേഷനിൽ ചെന്നതിന് ശേഷം വളരെ ക്രൂരമായിട്ടുള്ള അനുഭവമാണ് ഈ കുഞ്ഞുങ്ങൾക്കെല്ലാം ലഭിച്ചത്. കൊച്ചു കുഞ്ഞുങ്ങൾ, 4-5 വയസ്സായ കൊച്ചു കുഞ്ഞുങ്ങളെല്ലാം പിള്ളേരെ അടിച്ചു. ഞങ്ങൾക്കൊരു വെള്ളം തന്നെ ഞങ്ങൾക്ക് തന്നിട്ടില്ല. റൂമിനകത്ത് അടച്ചിട്ടിട്ട് വളരെ ക്രൂരമായ നിലയിൽ ഞങ്ങളുടെ മാസം എഴുതിയായിരുന്നു. ഞങ്ങൾ പറഞ്ഞുകൊണ്ട് അവർ എഴുതിയിട്ട് അവർക്ക് പോയിച്ച പോലെ അവർ എഴുതുകയും അതിനുശേഷം അവർ സിഗ്നേച്ചർ മേടിച്ചു. പുറത്തിറങ്ങി കഴിഞ്ഞാൽ നിന്നെ കണ്ടിച്ചു കളയുമെന്ന് പറഞ്ഞ് വളരെയധികം ഉപദ്രവിച്ചു. കുഞ്ഞുങ്ങൾ പേടിച്ചിരിക്കുകയാണ്, വൈഫ് പേടിച്ചിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭവനത്തിൽ പോകാൻ കഴിയുന്നില്ല. ഒരാഴ്ച കൊണ്ട് ഞങ്ങൾ ഓരോ വീടായിട്ട് ഇങ്ങനെ ഓരോ സ്ഥലമായിട്ട് ഇങ്ങനെ മാറി ഇങ്ങനെ ജീവിക്കുകയാണ്. ഞങ്ങൾക്ക് സ്കൂൾ തുടങ്ങാൻ ഒക്കുന്നില്ല. സ്കൂൾ ഉടനെ തുടങ്ങണം. ടീച്ചേഴ്സിൻ്റെ അപ്പോയിൻമെൻറ്റ് ചെയ്യണം. ഇതുവരെയായിട്ട് ഞങ്ങൾക്ക് സ്കൂൾ ഒരു പ്രൊട്ടക്ഷൻ തന്നിട്ടില്ല. ഏത് സമയത്തും ഞങ്ങളുടെ ജീവൻ അവർ തിരിച്ചാറ്റി കൊടുക്കുന്ന നിലയിലാണ് ഞങ്ങളിപ്പോൾ കടന്നുപോയിരിക്കുന്നത്. വളരെ വേദനാജനകരമായ, വിഷമകരമായ ഒരു കാര്യമാണ്. അവിടെയാണ് ന്യായങ്ങൾ എന്തെങ്കിലും ഉണ്ടാക്കി വന്ന് ആക്രമിക്കുകയാണ്. മതപരിവർത്തനം നടന്നു എന്നൊക്കെ പറഞ്ഞു. തീവ്ര മതപരിവർത്തനത്തിനെതിരെയോ അല്ലെങ്കിൽ നിർബന്ധിത മതപരിവർത്തനത്തിനെതിരെയോ നമുക്ക് നിയമങ്ങളുണ്ട്. അതിനെതിരെ പോലീസിൽ പരാതിപ്പെടാം. 100 പേർ പള്ളിക്കുള്ളിലേക്ക്, നമ്മൾ പള്ളിയിൽ നിന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം. നമ്മൾ മലയാളികൾ ഹിന്ദു ക്ഷേത്രമാണെങ്കിലും ക്രിസ്ത്യൻ പള്ളിയാണെങ്കിലും മുസ്ലിം പള്ളിയാണെങ്കിലും എന്ത് ആദരവോടെയാണ് കാണുന്നത്. നമ്മൾ പ്രാർത്ഥനയോടെ തൊഴാതെ കയറാറുണ്ടോ? അപ്പോൾ അങ്ങനെ ഒരു ക്രിസ്ത്യൻ പള്ളിക്കുള്ളിൽ കയറി 100 പേരോളം ഇരച്ച് കയറി അദ്ദേഹത്തെ അടിച്ചു, അദ്ദേഹത്തിൻ്റെ കുഞ്ഞുങ്ങളെ അടിച്ചു, ഭാര്യയെ അടിച്ചു. എത്രമാത്രം മൃഗീയമാണെന്ന് ആലോചിക്കണം. ആ തീവ്ര ഹിന്ദുത്വം നമ്മുടെ നാടിനും ലോകത്തിനും എത്രമാത്രം അപകടകരമാണ് നമ്മൾ തിരിച്ചറിയണം. തീവ്ര ഹിന്ദുത്വമാകട്ടെ, തീവ്ര ഇസ്ലാമിസമാകട്ടെ, തീവ്ര മതപരിവർത്തനവാദമാകട്ടെ, ഇത് നമ്മുടെ നാടിനെയും ലോകത്തിനെയും നശിപ്പിക്കും. അതായത് യേശു ക്രിസ്തുവിനെ ഏറ്റവും കൂടുതൽ ബഹുമാനിച്ചിരുന്നവരാണ് നമ്മുടെ മഹാത്മാഗാന്ധി, വിവേകാനന്ദ സ്വാമിയൊക്കെ. പക്ഷേ യഥാർത്ഥത്തിൽ ഈ ജയ് ശ്രീരാം വിളിക്കുന്നവർക്ക് ജയ് ശ്രീരാം എന്ന് വിളിക്കാൻ യാതൊരു അർഹതയും ഇല്ലാത്ത രാമഭക്തരല്ല. പകരം ഇവർ ഗോഡ്സേവാദികളാണ്. ആ ഗോഡ്സേവാദികളെ തീർച്ചയായിട്ടും നമ്മൾ പ്രോത്സാഹിപ്പിക്കരുത്. കാസ അടക്കമുള്ള ക്രിസ്ത്യൻ സംഘടനകൾ ഇടയ്ക്കിടയ്ക്കെങ്കിലും മുസ്ലിം വിരോധം ആളിക്കത്തിക്കാൻ ഈ തീവ്ര ഹിന്ദുത്വ സംഘടനയോടുകൂടെ നിൽക്കാറുണ്ടല്ലോ. അവർ ഓർക്കണം, തീർച്ചയായിട്ടും 100% അപകടം ഉണ്ടാകത്തേ ഉള്ളൂ. ഇത്രയും മൃഗീയമായി ക്രിസ്ത്യൻ കുട്ടികളെ അടക്കം അടിക്കാൻ ആൾക്കാർ മനസ്സ് കാണിക്കുന്നെങ്കിൽ എത്ര വൃത്തികെട്ടവന്മാരായിരിക്കും എന്ന് നിങ്ങൾ ആലോചിക്കണം. വളരെ വേദനയുണ്ട്. ആ ഫാദറിനോട് ക്ഷമ പറയുന്നു. എത്രയും കാര്യങ്ങൾ ശരിയാകട്ടെ, പോലീസ് കേസെടുക്കട്ടെ, അങ്ങേക്ക് നീതി ലഭിക്കട്ടെ. അതിൽ വളരെ വിഷമവും വേദനയും നാണക്കേടുമുണ്ട്. കാര്യങ്ങൾ പെട്ടെന്ന് ശരിയാകട്ടെ. അതിൽ വേദന രേഖപ്പെടുത്തും. വിഷമം അതിൽ കാര്യമായിട്ടുണ്ട്. കാര്യം അമ്പലവും നമ്മുടെ ഒരു അമ്പലത്തിനുള്ളിൽ കയറി നമ്മുടെ പൂജാരി അടിച്ചു, പൂജാരിയുടെ മക്കളെ അടിച്ചെന്ന് പറഞ്ഞാൽ നമ്മൾ ഹിന്ദുക്കൾക്ക് എങ്ങനെ തോന്നും? അത് നമ്മൾ ഓർത്താൽ മതി. വളരെ വിഷമകരമായി.